Hello everyone, welcome to Crack with Jack Malayalam channel. This is Deepthi, your reasoning trainer. അപ്പോൾ ഇന്ന് ടോപ്പ് 15 ഇനിക്വാലിറ്റീസ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ എസ് ബി ഐയിൽ വരുന്ന എസ് ബി ഐയോ അല്ലെങ്കിൽ ഐ ബി പി എസോ ബാങ്ക് എക്സാംസിന് വരുന്ന ഒരുവിധം എല്ലാം ഇനിക്വാലിറ്റീസിൻ്റെ ഓരോ മോഡൽ ക്വസ്റ്റ്യൻസിലെ എല്ലാം ഇതിൽ കവറായി പോകുന്നുണ്ട്. അതായത് ഐദർ ഓർ കേസ് ഓപ്ഷനിൽ വരുന്ന കേസ്, അതേപോലെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട് ഇപ്പോൾ അടുത്തായിട്ട് എക്സാംസിന് വരുന്ന ഒരു കേസ്, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഇനിക്വാലിറ്റീസിൻ്റെ കവറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു ഇൻഇക്വാലിറ്റീസ് ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ക്രാക്ക് വിത്ത് ജാക്ക് ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ ഇഷ്ടം പോലെ മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്. മോക്ക് ടെസ്റ്റ് എക്സാംസും മോക്ക് എക്സാം സീരീസൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒരു എക്സാമിന് മുമ്പ് നമുക്ക് അത്രയും പ്രാക്ടീസ് വേണം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഡെയിലി എന്ത് ചെയ്യാം, എസ് ബി ഐ ക്ലർക്ക് പ്രിലിംസ്, ഐ ബി പി എസ് ക്ലർക്ക് പ്രിലിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് മോക്ക് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്കോർ നോക്കുക, എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഓരോ ദിവസം കഴിഞ്ഞിട്ട് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മോക്ക് ടെസ്റ്റുകളും പി ഡി എഫ് കോഴ്സസും നിങ്ങൾക്ക് ഏതാണ്, ഇപ്പോൾ ബാങ്കിങ് അവയർനെസ് പി ഡി എഫ് ഉണ്ട്, അപ്പോൾ അങ്ങനെയുള്ളതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിലൊരു ഓപ്ഷൻ ഉണ്ട്, യൂസ് എ കൂപ്പൺ കോഡ് എന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, DEEPZ ദീപ്സ് എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഓഫേഴ്സ് തീരുന്ന മുമ്പ് തന്നെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. ഇനിയിപ്പോൾ ക്രാക്ക് വിത്ത് ജാക്ക് ആപ്പ് ഇല്ല, ഇപ്പം നിങ്ങൾ ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് കയറിയിട്ടും സെയിം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. www.crackwithjack.com എന്ന് പറയുന്ന വെബ്സൈറ്റ് കയറിയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷനിലോട്ടേക്ക് കടക്കാം. അപ്പോൾ ഇന്നിക്വാലിറ്റീസിൽ ഇത് എൻ്റെ ഇന്നിക്വാലിറ്റീസിൻ്റെ ബേസിക് വീഡിയോസൊക്കെ ഒരു 3 months മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് ഇന്നിക്വാലിറ്റീസിൻ്റെ ബേസിക് വീഡിയോസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ എടുത്ത് നോക്കുക. ഓക്കെ, അതിൽ അത്രയും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പക്ഷേ എന്നാലും ഇനിയിപ്പോൾ ആരെങ്കിലും ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യാം, ബേസിക് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, പിന്നെ ഐദർ ഓർ കേസ് വരുന്നത് ഓപ്ഷനിൽ എങ്ങനെയാണ് അത് ഐദർ ഓർ കേസ് പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക, അപ്പോൾ അങ്ങനത്തെ കേസസ്, പിന്നെ ഒരു സ്പെഷ്യൽ കേസും കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസസ് ഒക്കെ എന്ത് ചെയ്യാം, നമ്മൾക്കിതിൽ കവർ ചെയ്ത് പോകാം. അപ്പോൾ 15 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത്. അതിലെല്ലാം നല്ല എന്താ പറയുക, നല്ലൊരു ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മുടെ എക്സാമിന് വരുന്ന സെയിം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ബേസിക്കും ഈ കേസസിൻ്റെ ഒക്കെ ഓരോ കണ്ടീഷൻസും എല്ലാം പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് പോകുക. അതായത് ഞാൻ വീഡിയോയിൽ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഓപ്ഷൻ നോക്കുക, കറക്റ്റ് ആണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷൻ നോക്കുക. ഗോട്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നിക്വാലിറ്റീസ് നമുക്കറിയാം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തരുന്നത്, എന്നിട്ട് ഇങ്ങനെ ഒരു കൺക്ലൂഷൻസും തരും അല്ലേ. അപ്പോൾ നമുക്ക് ഈ കൺക്ലൂഷൻസ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം A greater than B greater than or equal to C, ഇങ്ങനെയാണെങ്കിൽ എയും സിയും തമ്മിലാണ് കൺക്ലൂഷനിൽ പറയുന്നതെന്ന് വെച്ചോ. ഇപ്പം ഈ കൺക്ലൂഷൻസിൽ ബിയും ഡിയും ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഈ ഒരു ക്വസ്റ്റ്യനിൽ. അതേപോലെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ എയുടെയും സിയുടെയും തമ്മിലുള്ള റിലേഷൻ ആണ് അറിയേണ്ടത്. എ ഗ്രേറ്റർ സി ആണോ, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ആണോ, എ ലെസ് ദാൻ സി. അപ്പോൾ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ട്രൂ ആണോ ഫോൾസ് ആണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം എയും സിയുടെയും ഇൻ ബിറ്റ്വീനിൽ എത്ര സിമ്പിൾസ് ഉണ്ട്, ഗ്രേറ്ററും ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അപ്പം നമ്മൾ ഇതിന് റീഡ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ റീഡ് ചെയ്യേണ്ടത് ഗ്രേറ്റർ എന്നാണ്. ഓക്കെ, അതേപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ റീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ലെസ് ദാൻ എന്നാണ് നമ്മൾ അതിനെ എടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയാം, എ ഗ്രേറ്റർ ദാൻ സി എന്ന് നമ്മൾ മൈൻഡിൽ റീഡ് ചെയ്താൽ മതി. അപ്പോൾ എയും സിയുടെയും ഉള്ളിൽ ഗ്രേറ്ററും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ എന്താ വായിക്കേണ്ടത്, ഗ്രേറ്റർ എന്ന് കണ്ടാൽ മതി. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇപ്പം നമ്മൾ കണ്ടു ഗ്രേറ്ററും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് ഇൻ ബിറ്റ്വീനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രേറ്റർ എന്നാണ് വായിക്കേണ്ടത്. അതേപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കണ്ടതെങ്കിൽ ലെസ് ദാൻ എന്നാണ് വായിക്കേണ്ടത്.
പക്ഷേ ഇനിയിപ്പം ഗ്രേറ്ററും ആണെങ്കിൽ നമ്മൾ എന്തായിട്ടാണ് എടുക്കേണ്ടത്? ഗ്രേറ്റർ ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി ലെസ് ദാനും ആണെങ്കിൽ ലെസ് ദാൻ ആയിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ ഒരുമിച്ച് 2-3 വേരിയബിൾസിൻ്റെ ഉള്ളിൽ എത്ര വേരിയബിൾസിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വരുന്നതെങ്കിൽ എന്തായിട്ട് റീഡ് ചെയ്യേണ്ടത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ടാണ് റീഡ് ചെയ്യേണ്ടത്. സിമിലർലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ടാണ് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് റൂൾസ്. ഓക്കെ, അതേപോലെ ഇനി ഓപ്പോസിറ്റ് സൈൻസ് വരികയാണ്, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ലെസ് ദാൻ സി. അപ്പം എയും സിയും തമ്മിൽ റിലേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇതിന് ഇൻ ബിറ്റ്വീനിലുള്ള സിമ്പിൾസ് എന്താണ്? ഓപ്പോസിറ്റ് സൈൻസ് ആണ് അല്ലേ? ഓപ്പോസിറ്റ് സൈൻസ് ആയതുകൊണ്ട് ഇറ്റ് ഡസ് നോട്ട് ഫോളോ എന്നായിരിക്കും എപ്പോഴും അതിൻ്റെ ആൻസർ. ഡസ് നോട്ട് ഫോളോ എന്നായിരിക്കും എപ്പോഴും അതിൻ്റെ ആൻസർ. ഓക്കെ, അതായത് അവർ തമ്മിൽ റിലേഷൻ ഉണ്ടാവില്ല. എയും സിയും തമ്മിൽ എന്തുണ്ടാവില്ല? റിലേഷൻ ഉണ്ടാവില്ല ഇങ്ങനെ ഓപ്പോസിറ്റ് സൈൻസ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ കേസിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർ തമ്മിൽ റിലേഷൻ എന്തായിരിക്കും? 2-3 വേരിയബിൾസിൻ്റെ ഉള്ളിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ അവർ തമ്മിൽ റിലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വേരിയബിൾ ഗ്രേറ്റർ ദാൻ, ഇപ്പോൾ എയും സിയും ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ സി എന്നാണ് വായിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് റൂൾസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഐദർ ഓർ കേസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇതും എന്താണ്? എക്സാംസിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് മുന്നേ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ 1, 2, 3, 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. കണ്ടോ, സെമിക്കോളൻ വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പം 1, 2, 3, 4 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, 2 കൺക്ലൂഷൻസും ആണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് കെ ലെസ് ദാൻ ഐ ആണ്. അപ്പോൾ കെ എവിടെയുള്ളത്? കെ ഇവിടെയാണ്. കെ ലെസ് ദാൻ ഐ എവിടെയാണ്? ഐ ഇവിടെയാണുള്ളത്. അപ്പോൾ കെ ലെസ് ദാൻ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? കെയുടെ അടുത്തുള്ള സൈൻ ലെസ് ദാൻ. അപ്പോൾ കെയുടെ അടുത്തുള്ള സൈൻ ലെസ് ദാൻ തന്നെയാണോ? ആണ്. ഇനിയിപ്പോൾ അത് ഗ്രേറ്റർ ആണെങ്കിൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യേണ്ട? ഫോർവേഡ് ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമല്ല, അത് ഫോളോ ചെയ്യില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ കെ ലെസ് ദാൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ട്രൂ ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അപ്പോൾ കെ ലെസ് ദാൻ തന്നെയാണ്. ഇനി ബാക്കി എന്താണ്? ഇ ലെസ് ദാൻ സി. ഓക്കെ, പിന്നെ ഇവിടെ ഐ ആണ്, ഐ ആയിട്ട് റിലേഷൻ ആണ്. അപ്പോൾ ഐയിൽ എല്ലും ഓയും വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇ നോക്ക്, കെ ലെസ് ദാൻ ഇ, പിന്നെ ഇ ലെസ് ദാൻ ഒ. പിന്നെ കണ്ടോ, ഒ ആണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. ഓയും കണ്ടോ, കെനെയും ഐനെയും കണക്ട് ചെയ്യുന്ന ഒരു വേരിയബിൾ എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? ഒ ആണ് അല്ലേ? കെ ലെസ് ദാൻ ഇ, ഇവിടെ ഏതാണ് കണക്ട് ചെയ്യുന്നത്? ഇ ആണ്. കെ ലെസ് ദാൻ ഇ. അപ്പോൾ എങ്ങനെ ഇത് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എഴുതുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്കിത് മൈൻഡിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. കെ ലെസ് ദാൻ ഇ, പിന്നെ എന്താണ്? പിന്നെ നമ്മൾക്ക് ഇ ആണ് അപ്പുറത്ത് വരുന്നത്. കണ്ടോ, കാരണം ഐൻ്റെ അടുത്ത് നോക്കുമ്പം പിന്നെ ഇ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? കെയും ഐയും തമ്മിലാണ് റിലേഷൻ. അപ്പോൾ കെയും ലെസ് ദാൻ ഇ ലെസ് ദാൻ സി. അപ്പോൾ ഐൻ്റെ അടുത്താണെങ്കിൽ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒ ആണ് അല്ലേ? അപ്പോൾ നോക്കുമ്പോൾ ഒ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒയും ഇയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഇ ലെസ് ദാൻ ഒ ആണ്. ഇ ലെസ് ദാൻ ഒ. ഇനി ഒയും ഐയും തമ്മിൽ എന്താണ് റിലേഷൻ? ഒ ഇത് എൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒ, മീനിങ് എന്താ? ഒ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ആണ്. നേരെ തിരിച്ചെഴുതുക. ഒ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ, പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. ഓക്കെ, അപ്പം നോക്കൂ, റിലേഷൻ നോക്കൂ. ലെസ് ദാൻ എങ്ങനെയാണ് വായിക്കുക? നമ്മൾ ലെസ് ദാൻ എന്നാണ് വായിക്കുക. വീണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എങ്ങനെ വായിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ എങ്ങനെ വായിക്കും? ലെസ് ദാൻ എന്നാണ് വായിക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ തന്നെ. വീണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു തമ്മിൽ എങ്ങനെ വായിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്, ലെസ് ദാൻ എന്നാണ് വായിക്കുക. സോ കെ ലെസ് ദാൻ ഐ ഫോളോസ്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് പെൻ യൂസ് ചെയ്യാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അതായത് കെ നോക്ക്, കെ ലെസ് ദാൻ വരെ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫോർവേഡായിട്ട് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാം. ഇനി നോക്കുന്നത് ഇ ആണ്. ഓക്കെ, ഇ ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഇ ലെസ് ദാൻ ഒ. അപ്പോൾ നമ്മൾ എങ്ങനെ വായിക്കണം? കെ ലെസ് ദാൻ ഇ ഇങ്ങനെ വായിക്കുക. കെ ലെസ് ദാൻ ഇ ലെസ് ദാൻ ഒ. ഓക്കെ, അപ്പോൾ എന്താണ് മനസ്സിലായി? നമ്മൾക്ക് ലെസ് ദാൻ റിലേഷൻ ആണ്. കെ ലെസ് ദാൻ ഒ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഒ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. അതായത് ഒ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ.
അല്ല, അപ്പോൾ ഇവിടെ വരെ എന്താണ് കെ ലെസ് ദാൻ ഒ ആണെന്ന് കിട്ടി. പിന്നെ ലെസ് ദാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ തന്നെ, പിന്നെ ലെസ് ദാനും ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വീണ്ടും ലെസ് ദാൻ തന്നെ. അപ്പോൾ കെ ലെസ് ദാൻ ഐ ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ വി ഗ്രേറ്റർ ദാൻ കെ. വി ഗ്രേറ്റർ ദാൻ കെ. വി എവിടെയാണ്? ഇതാ വി ഗ്രേറ്റർ വരെ കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ കെ എവിടെയാണ്? ഇതാണ് വി. ഓക്കെ, കെ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യുന്നത് എവിടെയാണ്? കെയുടെ അടുത്ത് ഇയും സിയും ആണുള്ളത്, പക്ഷേ വിൻ്റെ അടുത്ത് വെറും എസ് ആണ്. അപ്പോൾ എസ്സും ഇയും സിയും ആയിട്ട് എവിടെയെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കുക. അപ്പോൾ ഇതാ ഈ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് എസ്സും ഇയും തമ്മിൽ കണ്ടോ. അപ്പോൾ ഇ ആണ് ഇവിടെ ഒരു കണക്റ്റിംഗ് വേരിയബിൾ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? വി ഗ്രേറ്റർ ദാൻ എസ്, പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റിന് എസ് ഗ്രേറ്റർ ദാൻ ഇ, പിന്നെ ഇപ്പുറത്ത് എന്തായിട്ട് എഴുതാം? ഇ ഗ്രേറ്റർ ദാൻ കെ. കെ ലെസ് ദാൻ ഇ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് വായിക്കുക, ഇ ഗ്രേറ്റർ ദാൻ കെ. അപ്പോൾ എന്താണ്? വി ഗ്രേറ്റർ ദാൻ കെ ഈസ് ദ റൈറ്റ് ആൻസർ. കാരണം ഈ ഇൻ ബിറ്റ്വീനിൽ ഗ്രേറ്റർ വന്നാൽ വി ഗ്രേറ്റർ ദാൻ കെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റീഡ് ചെയ്യേണ്ടത്. സോ വി ഗ്രേറ്റർ ദാൻ കെ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ ഐദർ ഓർ കേസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോസ്. ഓക്കെ, ഓപ്ഷൻ നമ്പർ ഇ, ഇഫ് ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോസ്. ഇനി നമുക്ക് ഈ കേസ് നോക്കാം. ഓക്കെ, ഇതാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഐദർ ഓർ കേസ് ആണ് ആൻസർ നമ്മൾ കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കണ്ടീഷൻസ് ആയിരിക്കണം. ഈ രണ്ട് കൺക്ലൂഷൻസും എന്തായിരിക്കണം? ഫോളോ ചെയ്യാൻ പാടില്ല. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കൺക്ലൂഷൻസും ഡസ് നോട്ട് ഫോളോ ആയിരിക്കണം. അതേപോലെ സെയിം വേരിയബിൾസ് ആയിരിക്കണം. ബി ഡി ഡി ആയിരിക്കണം. അതേപോലെ എല്ലാ പോസിബിൾ റിലേഷൻസും ഉണ്ടായിരിക്കണം. അതായത് നമ്മൾക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കിട്ടും ഒരു അതായത് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി എന്നാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോസിബിൾ റിലേഷൻസ് എന്താണ്? ബി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഡി ഓർ ബി ഷുഡ് ബി ഈക്വൽ ടു ഡി. അപ്പോൾ ഇങ്ങനെ രണ്ട് പോസിബിൾ റിലേഷൻസും നമ്മുടെ കൺക്ലൂഷൻസിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസ് ആണ് ഐദർ ഓർ കേസ്. അല്ലാതെ ചുമ്മാ എന്താ പാടില്ല, സെയിം വേരിയബിൾസ് കാണുമ്പോൾ തന്നെ ഐദർ ഓർ കേസ് കൊടുക്കരുത്. അല്ലെങ്കിൽ ഈ ഗ്രേറ്ററും ഈക്വൽട്ടും രണ്ട് കൺക്ലൂഷൻസിൽ കാണുമ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സെയിം വേരിയബിൾസ് ആയിരിക്കണം. ഇപ്പോൾ ഈ കൺക്ലൂഷൻസിൽ ബിയും ഡിയും സെയിം വേരിയബിൾസ് ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ട് കൺക്ലൂഷൻസ് എന്ത് ചെയ്യാൻ പാടില്ല? സാറ്റിസ്ഫൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എല്ലാ പോസിബിൾ റിലേഷൻസും. അതായത് നമ്മൾക്കിപ്പോൾ ഇവിടെ ബിയും ഡിയും തമ്മിലുള്ള റിലേഷൻ കണ്ടോ. ബിയും ഡിയും എന്താ കിട്ടിയിരിക്കുന്നത്? ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ആണ്. സോ ദാറ്റ് മീൻസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ടെങ്കിൽ എന്താ വായിക്കുക? ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ആണ്. സോ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിയുടെ എന്തൊക്കെ കണ്ടീഷൻസ്, പോസിബിൾ റിലേഷൻസ് എന്തൊക്കെയാണ്? ബി ഗ്രേറ്റർ ദാൻ ഡി ആവാം, അല്ലെങ്കിൽ ബി ഈക്വൽ ടു ഡി ആവാം. ഓക്കെ, അപ്പോൾ നമ്മൾക്കിത് സോൾവ് ചെയ്യാം. ഓക്കെ, ബിയും ഡിയും ആണ്. അപ്പോൾ ഇതാണ് ബി, ഇതാണ് ഡി. അപ്പോൾ ബിയും ഡിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്ക് പെന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇവിടെ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇവിടെ എന്താണ്? എഗെയിൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അങ്ങനെയാണെങ്കിൽ ആ സെയിം സൈൻ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. സോ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ആണ്. ഓക്കെ, അപ്പോൾ കൺക്ലൂഷൻസിൽ ബി ഗ്രേറ്റർ ദാൻ ഡി, ബി ഈക്വൽ ടു ഡി. ബി ഗ്രേറ്റർ ദാൻ ഡി ആണോ? ആണ്. കാരണം റിലേഷൻ എന്താണ്? ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ആണ്. അപ്പോൾ ബി ഗ്രേറ്റർ ദാൻ ഡി ആണ്. സോറി, ആണോ? അല്ല. ബിക്കോസ് എന്താണ്? ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി മാത്രമാണ് അതിന് കൺക്ലൂഷൻ വരേണ്ടത് അല്ലേ. പക്ഷേ ഇത് പോസിബിൾ റിലേഷൻസ് ആണ്. ഈ കൺക്ലൂഷൻസ് എന്ത് ചെയ്യാൻ പാടില്ല? സാറ്റിസ്ഫൈ ചെയ്യില്ല. ഇത് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബി ഗ്രേറ്റർ ദാൻ ഡി ആണ്, അല്ലെങ്കിൽ ബി ഈക്വൽ ടു ഡി ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗ്രേറ്റർ ആവാം, ഒന്നെങ്കിൽ ഗ്രേറ്റർ ആവാം, അല്ലെങ്കിൽ എന്താവാം? ഈക്വൽ ആവാം. ഓക്കെ, അപ്പോൾ ഈ കൺക്ലൂഷൻസ് എന്ത് ചെയ്യില്ല? രണ്ടും സാറ്റിസ്ഫൈ ചെയ്യില്ല. ഈ രണ്ട് കൺക്ലൂഷൻസും സാറ്റിസ്ഫൈ ചെയ്യില്ല. പിന്നെന്താണ്? പക്ഷേ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രേറ്റർ ആവാം അല്ലെങ്കിൽ ഈക്വൽ ആവാം എന്നുള്ളൊരു പോസിബിൾ റിലേഷൻസ് ഉണ്ട്. പിന്നെ അതേപോലെ സെയിം വേരിയബിൾസ് ബിയും ഡിയും. അപ്പോൾ ഇങ്ങനെയുള്ള കേസസിൽ ആൻസർ എന്താണ്? ഐദർ 1 or 2 ഫോളോസ് ആണ്. ഗോട്ട് ഇറ്റ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എച്ചും സിയും ആണ്. ഓക്കെ, സി എവിടെയാണ്? ഇവിടെയാണ്. എച്ച് ഇവിടെയാണ്. അപ്പോൾ അതിലെന്താ കണക്ട് ചെയ്യുന്നത്? ഇ ആണ്. കണ്ടോ? ഓക്കെ, അപ്പോൾ എച്ച്
എച്ച് എന്ന് പറയുന്നത് എന്താണ്? ജി തന്നെയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെ എച്ച് എന്ന് തന്നെ റീഡ് ചെയ്താൽ മതി. ഓക്കെ, എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ. ഓക്കെ, എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ, അവിടെ സ്റ്റോപ്പ് ചെയ്തോ. പിന്നെ ഇ ഉള്ള റിലേഷൻ നോക്കൂ, സി, ഇ ലെസ് ദാൻ സി ആണ്, ഇ ലെസ് ദാൻ സി. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാനും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെസ് ദാൻ എന്നാണ് വായിക്കുക. സോ എച്ച് ലെസ് ദാൻ സി, സോ ഇറ്റ് ഫോളോസ്. ഓക്കെ, ദിസ് ഫസ്റ്റ് കൺക്ലൂഷൻ 1 follows. In next one, f less than b, f less than b. അപ്പോൾ f എവിടെയാണ്? എഫ് ദാ ഇവിടെ, എഫ് ഇവിടെ, ബി ഇവിടെ. ഓക്കെ, എഫ് ലെസ് ദാൻ ബി. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യുന്നത് ആരാണ്? ജി ആണ്. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? എഫ് ലെസ് ദാൻ ജി, ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ, ദാറ്റ് ഇസ് ഈക്വൽ ടു ജി. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതുക, ലെസ് ദാൻ ബി. അപ്പോൾ എഫും ബിയും തമ്മിലൊരു റിലേഷൻ കിട്ടി. അപ്പോൾ ഇവിടെ എന്താണ്? ലെസ് ദാനും ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ എന്താ വായിക്കേണ്ടത്? ലെസ് ദാൻ ആണ്. പിന്നെ എന്താ വന്നിരിക്കുന്നത്? ലെസ് ദാനും ആണ്, അതായത് എഫ് ലെസ് ദാൻ ഇ എന്ന് കിട്ടി. ഓക്കെ, ഈ ഒരു റിലേഷനിൽ ഇവിടെ കണ്ടോ, ഇവിടെ ലെസ് ദാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ എഫ് ലെസ് ദാൻ ഇ എന്ന് നമുക്ക് ഷോർട്ടായിട്ട് കിട്ടി. പിന്നെ വരുന്നത് ലെസ് ദാൻ ബി ആണ്. ഓക്കെ, അപ്പോൾ വീണ്ടും എന്താണ്? ലെസ് ദാനും വന്നാൽ എഫ് ലെസ് ദാൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സോ കൺക്ലൂഷൻ 2 ഫോളോസ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് പെന്നൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് തന്നെ ആ എഫ് നോക്കുക, എഫ് ലെസ് ദാൻ എന്നാണ്, എഫിൻ്റെ അടുത്തുള്ള സൈൻ ലെസ് ദാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക ഒന്നും കൂടി. ഓക്കെ, എഫ് ലെസ് ദാൻ ബി റൈറ്റ് ആണോ എന്ന്. ഇപ്പോൾ അതിന് പകരം എഫ് ഗ്രേറ്റർ ആണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് എന്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറയാം എഫ് ലെസ് ദാൻ ബി ഡസ് നോട്ട് ഫോളോ എന്ന്. ഓക്കെ, അപ്പോൾ എഫ് ലെസ് ദാൻ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ എഫ് ലെസ് ദാൻ ജി വന്നിട്ടുണ്ട്. പിന്നെ ജി എഫിനെയും ബിനെയും കണക്ട് ചെയ്യുന്ന വേരിയബിൾസ് ഉണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ ജി ആണ്. അപ്പോൾ ജി പിന്നെ എവിടെ വരുന്നത്? ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ഈക്വൽ ടു ഡി ലെസ് ദാൻ ബി എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എഫും ജിയും തമ്മിൽ ലെസ് ദാൻ ആണ്. പിന്നെ ജിയും ഇയും തമ്മിൽ എന്താണ്? വീണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ വീണ്ടും എന്താണ്? ലെസ് ദാൻ ആണ്. പിന്നെ ഇ ഈക്വൽ ടു ഡി ഉണ്ടല്ലോ, അപ്പോൾ അത് ഏതെങ്കിലും ഒരെണ്ണം വായിക്കുക. ഇ ലെസ് ദാൻ ബി, വീണ്ടും എന്താണ്? ലെസ് ദാൻ ആണ്. അപ്പോൾ എന്താണ്? എഫ് ലെസ് ദാൻ ബി, ദാറ്റ് ഇസ് ബോത്ത് കൺക്ലൂഷൻ 1 and 2 follows. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബിയും ഒയും ആണ്. അപ്പോൾ ബി ഇവിടെയാണ്, ഒ ഇവിടെയാണ്. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യുന്നത് എന്താണ്? ബി ഇസ് ഈക്വൽ ടു എം എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഒ ഇസ് ഈക്വൽ ടു വി എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ബി ഇസ് ഈക്വൽ ടു എം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എമ്മിന് നമ്മൾക്ക് എന്തിട്ട് കൊടുക്കാം? ബി എന്നിട്ട് കൊടുക്കാം. വിക്ക് നമ്മൾ ഒ ഇട്ട് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒ എന്ന് കിട്ടി. മനസ്സിലാവുണ്ടോ? ഇവിടെ എന്താണ്? എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി ആണ് അല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്ന ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വരിക. സോ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി, ബട്ട് എം ഇസ് ഈക്വൽ ടു ബി ആണ് ആൻഡ് വി ഇസ് ഈക്വൽ ടു ഒ ആണ്. അത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം സെമി കോളം വെച്ചിട്ട് ഇങ്ങനത്തെ പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് വേറെ കൊടുത്തിട്ടില്ലല്ലോ. ബിയുടെ വേറെ ഈ ബി എന്ന് പറയുന്നത് വേറെ സ്റ്റേറ്റ്മെൻറ്റ്സിലൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് തന്നെയാണ് വരുന്നത്. എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി. സോ ബി ഈസ് ഈക്വൽ ടു എം ആണ്, വി ഈസ് ഈക്വൽ ടു ഒ ആണ്. സോ വി ഗോട്ട് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒ ആണ് നമ്മുടെ ലാസ്റ്റ് കിട്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കൺക്ലൂഷനിൽ ബി ഗ്രേറ്റർ ദാൻ ഒ റൈറ്റ് ആണോ? അല്ല, കാരണം ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒ ആണ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ബി ഗ്രേറ്റർ ദാൻ ഒ എന്ന് പറയാൻ പറ്റില്ല. ബി ഈക്വൽ ടു ഒ ആണോ? അല്ല, ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒ ആണ്. ഗ്രേറ്റർ ആവാം, ഈക്വൽ ആവാം. ഓക്കെ, അപ്പോൾ രണ്ട് കൺക്ലൂഷൻ എന്തായി? ഫെയിലായി. ഇനി എന്താണ്? സെയിം വേരിയബിൾസ് ആണ്. ബി ഒ ആണ്, സെയിം വേരിയബിൾസ് ആണ്. പിന്നെ എന്താണ്? ഇതിലെല്ലാം പോസിബിൾ റിലേഷൻസും ഉണ്ട് അല്ലേ? ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുൻ്റെ പോസിബിൾ റിലേഷൻസ് എന്താണ്? ഗ്രേറ്റർ ദാൻ, പിന്നെ അതേപോലെ ഈക്വൽ ടു ആണ്. ബി ഗ്രേറ്റർ ദാൻ ഒയും ബി ഈക്വൽ ടു ഒ. അപ്പോൾ രണ്ട് പോസിബിൾ റിലേഷൻസും നമ്മുടെ കൺക്ലൂഷൻസിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ എന്താണ്? either 1 or 2. If either conclusion 1 or 2 follows is the right answer. So next question. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? സെക്കൻഡ്സ് കൊണ്ട് നിങ്ങളത് സോൾവ് ചെയ്യാൻ നോക്കുക. പെന്നൊന്നും യൂസ് ചെയ്യേണ്ട. ജസ്റ്റ് തന്നെ സ്ക്രീൻ കണ്ടിട്ട് സ്ക്രീനിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒന്ന് സ്പീഡാക്കിയിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി.
ഓക്കെ, ക്യൂയും കെയും ആണ്. സോ ക്യൂ നെക്സ്റ്റ് ഇതാ കെ ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കണക്ട് ചെയ്യുന്നത് ഏതാണ്? പി ആണ്. പി ഇവിടെയും പി ഉണ്ട്. സോ ക്യൂ ലെസ് ദാൻ പി, ക്യൂ ലെസ് ദാൻ പി ആണ്. പിന്നെ പി ഇസ് ഈക്വൽ ടു എം അല്ലേ, പി ഗ്രേറ്റർ ദാൻ കെ. അപ്പോൾ ഇവിടെ എന്തായി? ക്യൂ ലെസ് ദാൻ പിയും കിട്ടി, പിന്നെ പി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ കെയും കിട്ടി. പി ഗ്രേറ്റർ ദാൻ കെ. അപ്പോൾ ഇതെന്താണ്? ഓപ്പോസിറ്റ് സൈൻസ് ആണ്. ഓപ്പോസിറ്റ് സൈൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഡസ് നോട്ട് ഫോളോ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ക്യൂ ലെസ് ദാൻ കെ പറയാൻ പറ്റുമോ? ഇല്ല, ഇറ്റ് ഡസ് നോട്ട് ഫോളോ. ഓക്കെ, അത് തമ്മിൽ റിലേഷൻസ് ഉണ്ടാവില്ല ക്യൂവും കെയും തമ്മിൽ. ഇനി എൻ ഗ്രേറ്റർ ദാൻ കെ. എൻ ഗ്രേറ്റർ ദാൻ കെ എന്ന് പറയുമ്പം എൻ എവിടെയാണ്? ഇതാ ഇവിടെയാണ് എൻ, കെ ഇവിടെയാണ്. ഓക്കെ, ഇതിനെ കണക്ട് ചെയ്യുന്നത് ആരാണ്? വീണ്ടും പി തന്നെയാണ്. ഓക്കെ, n greater than, okay, n is here and k is here. Okay, so p less than or equal to o equal to n ആണ്. അപ്പോൾ അതിനെ n എന്ന് തന്നെ പറയാം. സോറി, n-ഉം k-യും തമ്മിലല്ലേ? ഓക്കെ, p less than or equal to, ഓക്കെ, ഇത് ഡസ് നോട്ട് ഫോളോ ആണ്. നെക്സ്റ്റ് വൺ ഇസ് n greater than k. സോ n is here, k is here. ഓക്കെ, അപ്പോൾ n greater than k. n എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു p ആണ് അല്ല. അപ്പോൾ n-ൻ്റെ അടുത്തുള്ള സൈൻ എന്താണ് നോക്കുക? n is equal to o ആണ്. n greater than or equal to p ആണ്. ഇനി അടുത്തത് ഇവിടെ നോക്കുക, p is equal to m ആണ്, p greater than k. സോ n greater than k follows. മനസ്സിലായോ? സോ n-ൻ്റെ അടുത്തുള്ള സൈന് ഏതാ നോക്കുക? p ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. അപ്പോൾ നേരെ തിരിച്ച് വായിക്കി. n-ൻ്റെ സൈൻ എങ്ങനെയാണ്? n greater than or equal to p ആണ്. പിന്നെ വരുന്നത് n-ഉം k-യും കണക്ട് ചെയ്യുന്നത് p ആണല്ലോ. സോ p is equal to m. സോ p greater than k. സോ n greater than or equal to p greater than k എന്ന് കിട്ടും. സോ n-ഉം k-യും തമ്മിൽ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്ററും വന്നിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ആയിട്ടാണ് റീഡ് ചെയ്യേണ്ടത്. സോ n greater than k is the right answer. So what is the answer? Only conclusion 2 follows. Option number B, if only conclusion 2 follows is the right answer. Okay, next one, E and K. This is E and where is K? Here. അപ്പോൾ ഇവരെ കണക്ട് ചെയ്യുന്ന ആരാണ്? എഫ് ആണ്. ഓക്കെ, ഇ ലെസ് ദാൻ കെ എന്നാണ്. ഇവിടെ ലെസ് ദാൻ ഒരു ഈക്വൽ ടു എഫ്, പിന്നെ എഫ് ലെസ് ദാൻ കെ. ഓക്കെ, അതായത് ഇ ലെസ് ദാൻ ഒരു ഈക്വൽ ടു എഫ്, ദെൻ എഫ് ലെസ് ദാൻ കെ. അപ്പോൾ ലെസ് ദാൻ ഒരു ഈക്വൽ ടും ലെസ് ദാൻ ഒരു ഈക്വൽ ടു ലെസ് ദാൻ വന്നിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ ആണ്. സോ ഇ ലെസ് ദാൻ കെ ഇസ് ഡെഫിനറ്റ്ലി ഇതെന്താണ്? അബ്സല്യൂട്ട്ലി റൈറ്റ് ആൻസർ. ഓക്കെ, സോ കെ ലെസ് ദാൻ എച്ച്. കെ ലെസ് ദാൻ എച്ച് എന്ന് പറഞ്ഞാൽ കെ എവിടെയാണ്? ഇതാ എച്ചോ, എച്ച് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരെ കണക്ട് ചെയ്യുന്നത് ടി ആണ്. കെ ലെസ് ദാൻ ഒരു ഈക്വൽ ടു ടി, ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഡി, ഗ്രേറ്റർ ദാൻ എച്ച്. അപ്പം ഇവിടെ അറിയാം ലെസ് ദാനും ലെസ് ദാൻ ഒരു ഈക്വൽ ടു ലെസ് ദാൻ ഒരു ഈക്വൽ ടു ലെസ് ദാൻ ഒരു ഈക്വൽ ടു തന്നെ. പക്ഷേ ഇവിടെ എന്താണ്? ഒരു ഓപ്പോസിറ്റ് സൈൻ ആണ് അല്ലേ? ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഓപ്പോസിറ്റ് സൈൻ. സോ ഇറ്റ് ഡസ് നോട്ട് ഫോളോ. കെയും എച്ചും തമ്മിൽ എന്തില്ല? റിലേഷൻ ഇല്ല. സോ ഹിയർ ഇറ്റ് ഡസ് നോട്ട് ഫോളോ. സോ ഓൺലി കൺക്ലൂഷൻ 1 follows. So that is the right answer. Only conclusion 1 follows. ഇത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പെട്ടെന്ന് ചെയ്തു നോക്കുക കേട്ടോ. വീഡിയോ പോസ് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്തു നോക്കുക. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ യു. എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ ഇത് നമ്മൾ ഒറ്റ വേരിയബിളായിട്ട് വായിച്ചാൽ മതി, ഒറ്റ ടേം ആയിട്ട് വായിക്കുക. എക്സ് ഈക്വൽ ടു വൈ. സോ എക്സിൻ്റെ അടുത്തുള്ള സൈൻ എന്താണ്? ഗ്രേറ്റർ ആണ്. ഗ്രേറ്റർ ദാൻ സെറ്റ്. എക്സ് ഗ്രേറ്റർ ദാൻ സെറ്റ് ആണ്. പക്ഷെ ഇവിടെയാണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഡബ്ല്യു ആണ്. അപ്പോൾ ഇവിടെ ഏതാണ് കണക്ട് ചെയ്യുന്ന ടേം? ഇവിടെ ഒന്നുമില്ല, ഇവിടെ വൈ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സിനെ വൈ ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, സോ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു ആൻഡ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ആണ് അല്ലേ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു ആൻഡ് വൈ ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇവിടെ എക്സ് തന്നെ വായിച്ചാൽ മതി. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു ആണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ യു ഫോളോ ചെയ്യോ? ഇല്ല, ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇനി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. എ എവിടെയാണ്? ഇതാ എ ഈസ് ഈക്വൽ ടു വൈ തന്നെയാണ്.
സോ എ ഈസ് ഈക്വൽ ടു വൈ ആണ്, അല്ലാതെ എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണോ? അല്ല. സോ ഇറ്റ് ഡസ് നോട്ട് follow. Neither conclusion 1 nor 2 follows is the right answer. So next question, z ഉം g യും തമ്മിലാണ്. z ലെസ് ദാൻ ഓർ ഈക്വൽ ടു q, z ഇവിടെയാണ്. അതായത് z എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? k തന്നെയാണ്. ഓക്കെ, g. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിതിന് ഈ സെഡിൽ പിന്നെ വേറെ വരുന്നില്ല. അപ്പോൾ നമ്മൾ കെയും ജിയും തമ്മിലുള്ള റിലേഷൻ നോക്കിയാൽ മതി. കാരണം കെ എന്ന് പറയുന്നത് സെഡ് തന്നെയാണ്. അപ്പോൾ എന്താണ്, കെ ലെസ് ദാൻ ആർ. നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കെ ലെസ് ദാൻ ആർ എന്ന് കിട്ടി. അതായത് ആർ ഗ്രേറ്റർ ദാൻ കെ അല്ലേ. കെ ലെസ് ദാൻ ആർ ആൻഡ് ആർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആൻഡ് എച്ച് ഇസ് ലെസ് ദാൻ ജി. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? കെ ലെസ് ദാൻ ജി കിട്ടി. കെ ലെസ് ദാൻ ജി ആൻഡ് കെ ഈസ് ഈക്വൽ ടു സെഡ് ആണ്. സോ സെഡ് ലെസ് ദാൻ ജി ഫോളോസ്. മനസ്സിലാവുന്നുണ്ടോ സ്പീഡിൽ പോകുമ്പോൾ? അതായത് ജി ഗ്രേറ്റർ ദാൻ എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ആർ ഗ്രേറ്റർ കെ ലെസ് ദാൻ പി ആണ്. ഓക്കെ, അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു കെ എന്ന് നമ്മൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. സെഡ് ഇസ് ഈക്വൽ ടു കെ അല്ലേ. അപ്പോൾ ജി ഗ്രേറ്റർ ദാൻ എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ. അപ്പോൾ ജിയും സെഡും തമ്മിലുള്ള റിലേഷനാണ്. പക്ഷേ സെഡ് പിന്നെ വേറെ എവിടെയും കൊടുത്തിട്ടില്ല. ഈ സെഡ് ഇസ് ഈക്വൽ ടു കെ അവിടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ അത് കണക്ട് ചെയ്യുന്ന ഈ ആറിനെ ആണല്ലോ, ആറാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അതുമായിട്ട് എവിടെ ആറും എച്ചും ആയിട്ട് ബന്ധമുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലും സെഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കെ തന്നെ എന്ത് ചെയ്യാം, എടുക്കാം. സോ കെ സെഡ് ഇസ് ഈക്വൽ ടു കെ യു ആണ്. അപ്പോൾ രണ്ടും സെയിം ആണ്. സോ കെ ലെസ് ദാൻ ആർ എന്ന് കൊടുത്തിട്ടുണ്ട്. കെ ലെസ് ദാൻ ആർ, പിന്നെ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ജി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിൽ വായിക്കുകയാണെങ്കിൽ ജി ഗ്രേറ്റർ ദാൻ, ഇവിടെ എന്താ ഗ്രേറ്ററും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുകയാണെങ്കിൽ ഗ്രേറ്റർ ആണ്. ജി ഗ്രേറ്റർ ദാൻ ആർ ആൻഡ് ആർ ഗ്രേറ്റർ ദാൻ കെ. സോ ജി ഗ്രേറ്റർ ദാൻ കെ, ജി ഗ്രേറ്റർ ദാൻ കെ. അതായത് എന്താണ്, കെ ലെസ് ദാൻ ജി അല്ലേ. ആൻഡ് കെ ഈസ് ഈക്വൽ ടു വാട്ട്? സെഡ്. സോ സെഡ് ലെസ് ദാൻ ജി. കെ എന്ന് പറയുന്നത് എന്താണ്? സെഡ് ആണ്. സോ സെഡ് ലെസ് ദാൻ ജി ഈസ് ദ റൈറ്റ് ആൻസർ. So next one, P less than or equal to Q. P less than or equal to Q. P less than ആണ്. പക്ഷെ ഇവിടെ വന്നിട്ട് നോക്കുക, P ഗ്രേറ്റർ ആണ് പിയുടെ അടുത്തുള്ള സൈൻ. അപ്പം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാവും ഇറ്റ് ഡസ് നോട്ട് ഫോളോ എന്ന്. ഓക്കെ, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, പക്ഷേ പിയുടെ അടുത്തുള്ള സൈൻ. ഇതൊരു സിമ്പിൾ ട്രിക്കാണ്. നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. ക്യൂനെ കണക്ട് ചെയ്യുന്നത് കെ ആണ് അല്ലേ. പി കണ്ടോ, പി ഗ്രേറ്റർ ദാൻ കെ, കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യൂ. ഇപ്പോൾ ഇതിലെന്താണ്, രണ്ട് ഓപ്പോസിറ്റ് സൈൻസ് ആണ്. സോ ഇറ്റ് ഡസ് നോട്ട് ഫോളോ, ഡസ് നോട്ട് ഫോളോ, ഡസ് നോട്ട് ഫോളോ. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ കുറച്ചും കൂടി ടൈം സ്പീഡിൽ ചെയ്യേണ്ട ഒരു ഈസി ടെക്നിക്കാണ്. എങ്ങനെ നോക്കുക, പിയുടെ അടുത്തുള്ള സൈൻ എന്താണ് നോക്കുക. ഓക്കെ, പിയുടെ അടുത്തുള്ള സൈൻ എന്താണ്? ലെസ് ദാൻ ആണ്. പക്ഷേ ഇവിടെ എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോറി, പിയുടെ അടുത്തുള്ള സൈൻ എന്താണ്? ഗ്രേറ്റർ ദാൻ ആണ്. ദാറ്റ് ഇസ് കെ ലെസ് ദാൻ പി, ദാറ്റ് ഇസ് പി ഗ്രേറ്റർ ദാൻ കെ എന്നാണ് വായിക്കുക അല്ലേ. പക്ഷേ ഇവിടെ എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇറ്റ് ഡസ് നോട്ട് ഫോളോ. ഓക്കെ, പി ഗ്രേറ്റർ എന്ന് തുടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്സും കൺക്ലൂഷൻസും ഫോളോ ചെയ്യില്ല. ഓക്കെ, ഗ്രേറ്റർ എന്നല്ല, ലെസ് ദാൻ എന്ന് തുടങ്ങുന്നത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ എന്ന് തുടങ്ങുന്നത്. ബിക്കോസ് പി എപ്പോഴും ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, പിയുടെ അടുത്തുള്ള സൈൻ ഗ്രേറ്റർ ആണ്. സോ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, എൻ ഗ്രേറ്റർ ദാൻ എൽ. അപ്പോൾ എൽ എവിടെയാണ്? ഇവിടെയാണ്. എൻ എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ കണക്റ്റിംഗ് ആരാണ്? കെ ആണ്. സോ എൻ നമുക്ക് വായിച്ചു നോക്കാം, പെൻ യൂസ് ചെയ്യാതെ. ഓക്കെ, എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആൻഡ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൽ അല്ലേ. എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറഞ്ഞാൽ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൽ. സോ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൽ ആണ് റൈറ്റ് ആൻസർ. സോ എൻ ഗ്രേറ്റർ ദാൻ എൽ ഫോളോ ചെയ്യോ? ഇല്ല, ഇറ്റ് ഡസ് നോട്ട് ഫോളോ. നെക്സ്റ്റ് വൺ, കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി. കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൽ ഉണ്ട് ഇവിടെ. അതേപോലെ ഇവിടെ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇത് നോക്കേണ്ട ആവശ്യമില്ല. കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൽ, ദെൻ എൽ പിന്നെന്താ വരുന്നത്? കെയും പിയും തമ്മിലാണ്. ഓക്കെ, കെ ഇസ് ഈക്വൽ ടു എം ആണ്. കണ്ടോ, കെ ഇസ് ഈക്വൽ ടു എം. അപ്പം നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ കെ എന്ന് തന്നെ വായിക്കാം. ഈ എസ് ഇവിടെ അല്ലേ, ഇവിടെ നമ്മൾക്ക് എന്ത് വായിക്കാം? കെ എന്ന് വായിക്കാം. സോ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. അതിനെങ്ങനെ വായിക്കാം തിരിച്ചിടുകയാണെങ്കിൽ? കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി, ഇറ്റ് ഫോളോസ്. Okay, so this conclusion 2 follows.
ഇത് മനസ്സിലായില്ലേ? കാരണം ഇവിടെ എന്താണ്, കെയും പിയും തമ്മിലുള്ള റിലേഷനാണ്. കെ ഈക്വൽ ടു എം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എസ് ഇസ് ഈക്വൽ ടു എം ആണ്. അപ്പം എസ്സും എമ്മും കെയും എന്താണ്, ഈക്വൽ ആണ്. എസ്സും എം ആണ്, അതേപോലെ കെയും എം ആണ്. അപ്പം നമ്മൾക്ക് ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടും, പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോ നോക്കുക. അതിൽ ഭയങ്കര ബേസിക് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 3 months മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇൻഇക്വാലിറ്റീസിൻ്റെ ബേസിക് വീഡിയോസ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എച്ചും എഫും തമ്മിലാണ്. സോ ദിസ് ഇസ് എച്ച് ആൻഡ് ദിസ് ഇസ് എഫ്. ഓക്കെ, അപ്പോൾ എന്താണ്, എച്ച് ഇസ് ഈക്വൽ ടു ജെ എന്ന് തന്നിട്ടുണ്ട്. എച്ച് ഇസ് ഈക്വൽ ടു ജെ. അപ്പോൾ ഈ ജെക്ക് പകരം എന്ത് ചെയ്താൽ മതി, എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഗ്രേറ്ററും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ആണ്. സോ എച്ച് ഗ്രേറ്റർ ദാൻ എൽ, സോറി എഫ് ആണോ? ഓക്കെ, എച്ച് ഇസ് ഈക്വൽ ടു, ഓക്കെ, എച്ച് ഗ്രേറ്റർ ദാൻ എഫ് ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ? അപ്പോൾ എച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ജെക്ക്. അപ്പോൾ എച്ച് ഗ്രേറ്റർ ദാൻ എഫ്. നെക്സ്റ്റ് വൺ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, കെയും ജിയും തമ്മിലാണ്. കെ ഇവിടെയാണ്, ജി എവിടെയാണ്, ഇവിടെയാണ്. ഓക്കെ, കെ ഈസ് ഈക്വൽ ടു എൽ ആണ്. കെ ഈസ് ഈക്വൽ ടു എൽ. സോ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്. കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്. പിന്നെ കെയും ജിയും ആണ്. ഓക്കെ, ആൻഡ് എഫ് പിന്നെന്താണ്, എഫ് ലെസ് ദാൻ ജെ. എഫ് ലെസ് ദാൻ ജെ. പിന്നെ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ആണ്. അപ്പം തന്നെ എന്തായി, ഓപ്പോസിറ്റ് സൈൻസ് ആണ് വന്നത്. അപ്പോൾ ഇറ്റ് ഡസ് നോട്ട് ഫോളോ. മനസ്സിലാവുന്നുണ്ടോ ഇത്? കാരണം എന്താ നോക്കൂ, കെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കെ ഈസ് ഈക്വൽ ടു എൽ ആണ്. കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ജെ അല്ലേ? പിന്നെ ജെ ആണ്. ഇത് ഇവിടെ കണക്റ്റിംഗ് ടേം എന്ന് പറയുന്നത് ജെ ആണ്. കാരണം കെനെയും ജീനെയും ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണക്ട് ചെയ്യേണ്ടത് അല്ല. അപ്പോൾ കെയും എല്ലും ഈക്വൽ ആണ്. സോ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ജെ. പിന്നെ ഇത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി. അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമുക്ക് കെ ലെസ് ദാൻ ജി എന്ന് പറയാം. പക്ഷേ ഇവിടെ എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് ഓപ്പോസിറ്റ് സൈൻസ്. ഇവിടെ രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ ലെസ് ദാൻ ആണ്. പിന്നെ ലെസ് ദാനും പിന്നെ ഇവിടെ എന്താ വന്നത്, ഗ്രേറ്റർ ദാനും ആണ് അല്ലേ? അപ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈൻസ് ആയതുകൊണ്ട് ഇറ്റ് ഡസ് നോട്ട് ഫോളോസ്. ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഓക്കെ, നെക്സ്റ്റ് വൺ വൈ എച്ച്. ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഓക്കെ, സ്പെഷ്യൽ കേസാണ്, ഇമ്പോർട്ടൻറ്റ്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കേസാണ്. ഓക്കെ, അപ്പോൾ വൈയും എച്ചും തമ്മിൽ റിലേഷൻ. വൈ ഇവിടെയാണ്, എച്ച് ഇവിടെയാണ്. സോ വൈ ലെസ് ദാൻ സി ഈക്വൽ ടു കെ. സിയും കെയും ഈക്വൽ ആണ്. സോ വൈ ലെസ് ദാൻ കെ ആൻഡ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്. അതായത് വൈയും കെയും, വൈ ലെസ് ദാൻ കെ, കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്. ഓക്കെ, അപ്പോൾ വൈയും എച്ചും തമ്മിലുള്ള റിലേഷനിൽ ഇവർ തമ്മിലുള്ള സൈൻ എന്താണ്, ഓപ്പോസിറ്റ് സൈൻ ആണ് അല്ലേ? ഓപ്പോസിറ്റ് സൈൻ ആണ്. അപ്പം അങ്ങനെ ഒരു ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ഓക്കെ, ഇവർ തമ്മിലുള്ള റിലേഷൻ ഡസ് നോട്ട് ഫോളോ ആണ്. പക്ഷെ ഇതെന്താണ്, ഓപ്പോസിറ്റ് സൈൻ ആണ്. ഇതെന്താണ്, സെയിം വേരിയബിൾസ് ആണ്. എച്ച് വൈ ആണ്. പിന്നെ ഇവിടെ വരുന്ന സിമ്പിൾസ് സൈൻസ് എത്ര സൈൻസ് ഉണ്ട്, ലെസ് ദാൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 സൈൻസ് ഉണ്ട് അല്ലേ? വൈ ലെസ് ദാൻ ഉണ്ട്, അതേപോലെ ഈ കൺക്ലൂഷനിൽ ലെസ് ദാൻ ഉണ്ട്, അതുപോലെ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു. സോ എത്ര സൈൻസ് ഉണ്ട്, ലെസ് ദാൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ ഈ 3 സൈൻസും വന്നിട്ടുണ്ട് കൺക്ലൂഷൻസിൽ. അതേപോലെ ഈ വൈയും എച്ചും തമ്മിലുള്ള റിലേഷൻ തന്നിരിക്കുന്ന കൺക്ലൂഷനിൽ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനിൽ ഓപ്പോസിറ്റ് സൈൻസ് ആണ് വന്നതെങ്കിൽ ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓപ്പോസിറ്റ് സൈനും കൂടി വരണം. ഈ ഓപ്പോസിറ്റ് സൈനും വരണം. അതേപോലെ ഈ 3 സൈൻസ് കൺക്ലൂഷനിൽ വരണം. ലെസ് ദാൻ, പിന്നെ ഗ്രേറ്റർ ദാൻ, പിന്നെ ഈക്വൽ ടു. പിന്നെ എന്താണ്, സെയിം വേരിയബിൾസും കൂടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്, either 1 or 2 is the right answer. ഓക്കെ, അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കേസാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എന്താണ്, ഇത് either 1 or 2 ആണ്. ഇപ്പം ഇതേ സാധനം തന്നെ ഇപ്പം എന്താണ്, ഇവിടെ ഓപ്പോസിറ്റ് സൈന് വന്നിട്ടില്ല. ഇപ്പം ഇവിടെ ലെസ് ദാൻ ആണ്, ഇവിടെ ലെസ് ദാൻ ആണ്, ഇവിടെ ലെസ് ദാൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, വൈ ലെസ് ദാൻ എച്ച് ആണ്. അപ്പോൾ അതേപോലെ അല്ലെങ്കിൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെ.
ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പം എന്താണ് ഇവിടെ ലെസ് ദാൻ വന്നു, ഗ്രേറ്റർ ദാൻ വന്നു, ഈക്വൽ ടു വന്നു കൺക്ലൂഷനിൽ. അതായത് 3 സൈൻസും കൺക്ലൂഷൻസിൽ വന്നിട്ടുണ്ട്. വൈയും എച്ചും എന്താണ് സെയിം വേരിയബിൾസ് ആണ്, പക്ഷേ ഇവിടെ ഓപ്പോസിറ്റ് സൈൻ ഒന്നും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഐദർ 1 or 2 നിങ്ങൾ എന്ത് ചെയ്യരുത്, മാർക്ക് ചെയ്യരുത്. ആൻസർ ആയിട്ട് നെയ്തർ ആയിരിക്കും വരിക, അല്ലെങ്കിൽ രണ്ടും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നെയ്തർ അല്ലേ വരിക, അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇവിടെ എന്താ കേസ് വന്നിരിക്കുന്നത്, ഈ വൈയും എച്ചും തമ്മിൽ ഓപ്പോസിറ്റ് സൈൻസ് ആണ്. ഓക്കെ, വൈയും എച്ചും തമ്മിൽ റിലേഷൻ ഇൻ ബിറ്റ്വീനിൽ ഓപ്പോസിറ്റ് സൈൻസ് ആണ് വന്നിരിക്കുന്നത്. വൈയും എച്ചും, വൈ ലെസ് ദാൻ എച്ചും വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് കൺക്ലൂഷനിൽ സെയിം വേരിയബിൾസ് ആണ്. പിന്നെ അതേപോലെ കൺക്ലൂഷനിൽ 3 സൈൻസും വന്നിട്ടുണ്ട്, ലെസ് ദാനും വന്നിട്ടുണ്ട്, ഗ്രേറ്റർ ദാനും വന്നിട്ടുണ്ട്, ഈക്വൽ ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ വിച്ച് ഇസ് ആൻസർ, ഐദർ 1 or 2 ആണ് ആൻസർ. ഓക്കെ, സോ ഐദർ കൺക്ലൂഷൻ 1 or 2 ഫോളോസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബി എല്ലും തമ്മിലുള്ള റിലേഷൻ, ബിയും എല്ലും. ഇപ്പോൾ ഇവരെ കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ടി ആണ് അല്ലേ. സോ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി, പിന്നെ ഇവിടെ ബി ഈസ് ഈക്വൽ ടു ടി ആണ്. സോ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൽ. സോ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൽ, ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൽ ആണ്. ഓക്കെ, സോ ഇവിടെ എന്താണ്, ബി ഗ്രേറ്റർ ദാൻ എൽ ആണോ? അല്ല. എൽ ഈസ് ഈക്വൽ ടു ബി ആണോ? അല്ല. അത് പോസിബിൾ റിലേഷൻസ് ആണ്, നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ബി ഗ്രേറ്റർ ദാൻ എൽ എന്ന് പറയാൻ പറ്റില്ല. സെയിം വേരിയബിൾസ് ആണോ? ബി ബി എൽ എൽ ആണ് അല്ലേ, സെയിം വേരിയബിൾസ് ആണ്. പിന്നെന്താണ്, ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എല്ലിൻ്റെ പോസിബിൾ റിലേഷൻസ് എന്താണ്, ബി ഗ്രേറ്റർ ദാൻ എൽ ആണ്, പിന്നെ ഒന്ന് ബി ഈക്വൽ ടു എൽ ആണ്. അപ്പോൾ എന്താ ആൻസർ വരിക, ഐദർ കൺക്ലൂഷൻ 1 or 2 ഫോളോസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്യൂവും ടിയും തമ്മിലാണ്. ഇപ്പോൾ ഈ കൺക്ലൂഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ദ സെയിം വേരിയബിൾസ് ആണ്, ക്യൂ ക്യൂ ടി ടി, പിന്നെ 3 സൈൻസും വന്നിട്ടുണ്ട്, ഗ്രേറ്റർ വന്നിട്ടുണ്ട്, ലെസ് ദാൻ വന്നിട്ടുണ്ട്, ഈക്വൽ ടു വന്നിട്ടുണ്ട്, 3 സൈൻസ് വന്നിട്ടുണ്ട്. അതേപോലെ സെയിം വേരിയബിൾസ് ക്യൂ ടി സെയിം വേരിയബിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഐദർ ആണെന്ന് പെട്ടെന്ന് പോയിട്ട് മാർക്ക് ചെയ്യരുത്. ഓക്കെ, എപ്പോഴും നമ്മൾ എന്താണ് കണ്ടീഷൻസും കൂടി നോക്കണം, നമ്മളൊന്ന് ചെക്ക് ചെയ്യണം എന്താണ് ഓപ്പോസിറ്റ് സൈൻസ് ആണോ ഉള്ളത് നോക്കണം. ഓക്കെ, അപ്പോൾ ക്യൂവും ടിയും തമ്മിൽ, ക്യൂവും ടിയും, അപ്പോൾ എന്താണ് അതിൻ്റെ ക്യൂ ലെസ് ദാൻ ആർ, ക്യൂ ലെസ് ദാൻ ആർ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ആണ്. അപ്പോൾ ഇവിടെ തമ്മിൽ എന്താണ്, ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല. അപ്പോൾ ക്യൂവും ടിയും തമ്മിൽ എവിടെയെങ്കിലും ഓപ്പോസിറ്റ് സൈൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓപ്പോസിറ്റ് സൈൻസ് ഇല്ല, പക്ഷേ ക്യൂ ടി എന്താണ് സെയിം വേരിയബിൾ ആണ്. അതേപോലെ 3 സൈൻസും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഐദർ എന്ത് ചെയ്യരുത്, മാർക്ക് ചെയ്യരുത്. ദാറ്റ് ഇസ് റോങ്. കാരണം എന്താണ്, ക്യൂവും ടിയും തമ്മിൽ തന്നിരിക്കുന്ന കൺക്ലൂഷനിലെ ആ 2 വേരിയബിൾസ് തമ്മിൽ എന്തുണ്ടായിരിക്കണം, ഓപ്പോസിറ്റ് സൈൻസ് ആയിരിക്കണം. അതായത് നോ റിലേഷൻ പോലെ ഓപ്പോസിറ്റ് സൈൻസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓപ്പോസിറ്റ് സൈൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐദർ 1 or 2 മാർക്ക് ചെയ്യാം. ബിക്കോസ് എന്താണ് 3 സൈൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് കണ്ടീഷൻസ് അല്ലേ. ഗ്രേറ്റർ വന്നിട്ടുണ്ട്, ലെസ് ദാൻ വന്നിട്ടുണ്ട്, ഈക്വൽ ടു വന്നിട്ടുണ്ട് കൺക്ലൂഷൻസിൽ. ഓക്കെ, സെയിം വേരിയബിൾസ് വന്നിട്ടുണ്ട് ക്യൂ ടി, പിന്നെ ഗ്രേറ്റർ വന്നിട്ടുണ്ട്, ലെസ് ദാൻ വന്നിട്ടുണ്ട്, ഈക്വൽ ടു, ഈ 3 സൈൻസ് വന്നിട്ടുണ്ട്, സെയിം വേരിയബിൾസ് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി നോക്കണം, ഈ തന്നിരിക്കുന്ന 2 വേരിയബിൾസിൻ്റെ ഇൻ ബിറ്റ്വീനിൽ എന്തായിരിക്കണം, ഓപ്പോസിറ്റ് സൈൻസ് ആണോ എന്നും കൂടി നോക്കണം. ഓപ്പോസിറ്റ് സൈന് ആയിരിക്കണം, ഐദർ 1 or 2 കൊടുക്കണമെങ്കിൽ ഓപ്പോസിറ്റ് സൈന് ആയിരിക്കണം. അപ്പോൾ ഓപ്പോസിറ്റ് സൈൻ അല്ല ഈ കേസിൽ, ഇങ്ങനെ ലെസ് ദാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, ഇതിലെവിടെയും എന്ത് ചെയ്തില്ലൊക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെയാണ്, അല്ലാതെ ഓപ്പോസിറ്റ് സൈന് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, neither conclusion 1 nor 2. If neither conclusion 1 nor 2 follows. ഓക്കെ, ഇത് രണ്ടും എന്തായാലും ഫോളോ ചെയ്യില്ലല്ലോ. കാരണം ക്യൂ ലെസ് ദാൻ ആർ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി. അപ്പോൾ എന്താ ആൻസർ വരിക, ക്യൂ ലെസ് ദാൻ ടി ആണ് അല്ലേ. ക്യൂ ലെസ് ദാൻ ആർ, അപ്പോൾ ലെസ് ദാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ. അപ്പോൾ ക്യൂ ലെസ് ദാൻ ടി ആണ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. അപ്പം ക്യൂ ഗ്രേറ്റർ ദാൻ ടി ഫോളോ ചെയ്യില്ല. പിന്നെ ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി അതും ഫോളോ ചെയ്യില്ല. ഓക്കെ, പക്ഷേ ഐദർ 1 or 2 കൊടുക്കരുത്. എന്താ കൊടുക്കേണ്ടത്, നെയ്തർ കൺക്ലൂഷൻ. രണ്ടും ഫോളോ ചെയ്യുന്നില്ല, നെയ്തർ കൺക്ലൂഷൻ 1 or 2 ഫോളോസ്. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ 2 കൺക്ലൂഷനും ഫോളോ ചെയ്യുന്നില്ല, സെയിം വേരിയബിൾസ്, അതുപോലെ 3 സൈൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ആ 2 വേരിയബിൾസിൻ്റെ ഉള്ളിൽ ഓപ്പോസിറ്റ് സൈൻസ് ആണെങ്കിൽ ഐദർ കൺക്ലൂഷൻ 1 or 2 ഫോളോസ് ആണ്. പക്ഷേ ഇവിടെ എന്താണ്, നെയ്തർ ആണ്. ഓക്കെ, ഇനി 14th ക്വസ്റ്റ്യൻ ആണ്. എഫും ഐയും തമ്മിലുള്ള റിലേഷൻ. എഫ് ലെസ് ദാൻ ഐ കറക്റ്റ് ആണോ നോക്കാം. എഫ് ഇവിടെയാണ്, ഐ ഇവിടെയാണ്. ഓക്കെ, അതിനെ കണക്ട് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് ഏതാണ്, ജി ആണ്. ഓക്കെ, ജി ആണ്. സോ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി, പിന്നെ ഇവിടെ ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. സോ എന്താണ്, എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ഇസ് ദി
ഫൈനൽ കൺക്ലൂഷൻ അല്ലെ, എഫ് സ്റ്റേറ്റ്മെൻറ്റ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. കാരണം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി, പിന്നെ ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പോൾ ഇത് ഫോളോ ചെയ്യോ? ഇല്ല. ഇതൊരിക്കലും നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് എഫ് ലെസ് ദാൻ ഐ എന്ന് പറയാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് എയും ജിയും തമ്മിലാണ്. എയും ജിയും കണക്ട് ചെയ്യുന്നത് ആരാണ്? എ ഗ്രേറ്റർ ദാൻ ജി ആണ്. എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. പിന്നെ ഇങ്ങനെ നോക്കുക, ഇങ്ങനെ വായിക്കുക. ഇവിടെ എന്താണ്? ഗ്രേറ്ററും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിനെ എ ഗ്രേറ്റർ ദാൻ സി എന്ന് ജസ്റ്റ് മനസ്സിൽ പെട്ടെന്ന് വായിച്ചു വെക്കുക. ഓക്കെ, പിന്നെ സി ഗ്രേറ്റർ ദാൻ ജി ആണ്. സി ഗ്രേറ്റർ ദാൻ ജി. അപ്പോൾ വീണ്ടും എന്താണ്? സി ഗ്രേറ്റർ ദാൻ ജി. അപ്പോൾ ഗ്രേറ്ററും വന്നാൽ നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? എയും ജിയും തമ്മിൽ റിലേഷൻ എ ഗ്രേറ്റർ ദാൻ ജി എന്നാണ് വായിക്കേണ്ടത്. സോ ഇറ്റ് ഫോളോസ്. ഓക്കെ, സോ ഓൺലി കൺക്ലൂഷൻ 2 follows. If only conclusion 2 follows. Okay, so next question J L K. Okay, n greater than L, n ഉം L ഉം. n ഇവിടെയാണ്, L ഇവിടെയാണ്. കണക്റ്റിംഗ് എന്ന് പറയുന്നത് k ആണ്. സോ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആൻഡ് k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L. സോ എന്താ ആൻസർ? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L ആണ്. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k, പിന്നെ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L. സോ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? n ഗ്രേറ്റർ ദാൻ L ഫോളോ ചെയ്യോ? ഇല്ല. k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു p ഫോളോ ചെയ്യോ? നോക്കുക. ഇവിടെ നോക്കുമ്പം k ഇവിടെ പറ്റില്ല. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം k ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് അല്ലേ. പക്ഷേ ഇവിടെ എന്താണ്? k ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട. ഇനി ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം. k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L. k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L ആൻഡ് L ഇസ് ലെസ് ദാൻ J. ബട്ട് k ഈസ് ഈക്വൽ. പക്ഷേ വീണ്ടും കണക്ട് ചെയ്യാൻ നമുക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? k ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ? S ഇസ് ഈക്വൽ ടു M, അതേപോലെ k ഈസ് ഈക്വൽ ടു M. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇവിടെ നമുക്ക് k എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താണോ മുന്നേ? ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സോ സെയിം ക്വസ്റ്റ്യൻ ആണോ എന്ന് അറിയില്ല. സോ k ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു p എന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടി അല്ലേ. S ഈക്വൽ ടു M, പിന്നെ അതേപോലെ k ഈക്വൽ ടു M. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? k എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം k യും M ഉം ഒക്കെ എന്താണ്? ഈക്വൽ ആണ്. S ഉം ഒക്കെ ഈക്വൽ ആണ്. സോ k greater than or equal to p എന്ന് കിട്ടി. Okay, so only conclusion that is right അല്ലേ. k greater than or equal to p is right. So only conclusion 2 follows. So next one, z ഉം g യും തമ്മിലാണ്. z ഉം g ഉം. z എവിടെയാണ്? z is equal to k ആണ്. ഓക്കെ, പിന്നെ g എവിടെയുള്ളത്? ഇവിടെയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? z is equal to k ആണ് അല്ലേ. അപ്പം നമ്മൾക്ക് ഇവിടെ നോക്ക്, k ലെസ് ദാൻ ആർ. ഈ kനെ നമ്മൾ z എന്ന് മനസ്സിൽ വായിക്കുക. ബിക്കോസ് z ഇസ് ഈക്വൽ ടു k അല്ലേ. സോ z ലെസ് ദാൻ ആർ ആൻഡ് r ലെസ് ദാൻ ഓർ ഈക്വൽ ടു h ലെസ് ദാൻ g. സോ ഡെഫിനറ്റ്ലി z ലെസ് ദാൻ g, റൈറ്റ് ആൻസർ. ഓക്കെ, കാരണം എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ അങ്ങനെയല്ലേ വരുന്നത്. z ഉം g യും. z ഇസ് ഈക്വൽ ടു k ആൻഡ് z ഉം k യും ഈക്വൽ ആണ്. അതും g യും തമ്മിലെല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആ ഒരു ടേംസ് ആണ് വരുന്നത്, സൈൻസ് ആണ് വരുന്നത്. അപ്പോൾ എന്തായാലും ലെസ് ദാൻ ആണ്. പിന്നെ p ലെസ് ദാൻ ഓർ ഈക്വൽ ടു q. p ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ p ഗ്രേറ്റർ ആണ് വന്നിരിക്കുന്നത്. p ഗ്രേറ്റർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ എവിടെയും p ഇല്ല. സോ എന്ത് ചെയ്യില്ല? ഫോളോ ചെയ്യില്ല. ഓക്കെ, p എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു q ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ തന്നെ നോക്കി, ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ p ഗ്രേറ്റർ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തന്നെ എങ്ങനെയാണ്? p ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ടാണ് ആ സൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്യുക? ഡസ് നോട്ട് ഫോളോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഓരോ ദിവസം ഇങ്ങനെ ഓരോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഇന്ന് ഇന്നിക്വാലിറ്റീസ് ആണ്, അപ്പോൾ നാളെ എന്താ വേണ്ടത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്താണ്? സിലോജിസം ആണോ, അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക് ആണോ, അല്ലെങ്കിൽ ടോപ്പ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. അതായത് നമ്മുടെ SBI ബേസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോക്ക് ടെസ്റ്റുകൾ എന്നൊക്കെയാണ് ഞാൻ എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയത്. ഓക്കെ, അതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എടുത്തത്. അപ്പം എന്താണ്, ഇപ്പോൾ ഇന്നത്തെ ഇന്നിക്വാലിറ്റീസ് കഴിഞ്ഞു. അപ്പം അതുപോലെ ടോപ്പ് 20 ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ടോപ്പ് 15 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പ് 5 സെറ്റ്സ് ഓഫ് പസിൽസോ, അപ്പോൾ അതിൽ ഏത് ചാപ്റ്ററാണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്.
പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കൂപ്പൺ കോഡ് ദീപ്സ് DEEPZ എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. ഓക്കെ, അപ്പം നിങ്ങൾ PDF കോഴ്സസും എന്താണ് വീഡിയോ കോഴ്സസ് അതേപോലെ മോക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പം ഡീപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സ്റ്റുഡൻസ്. സോ സ്റ്റേ ട്യൂൺഡ് ഓൺ ക്രാക്ക് വിത്ത് ജാക്ക് മലയാളം ചാനൽ. ബൈ.